നമ്മ സിനിമയിലൊക്കെ കാണണമെന്നല്ല ജീവിതം. ഈ കടലിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടും. ഒരു മത്സ്യത്തൊഴിലാളി തന്നെ മരിക്കുമ്പോ അഴിയില് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അഴിയുന്ന കുറെ പേര് ന്യൂസുകാരൊക്കെ വീഡിയോ അടിക്കുമ്പോൾ കടലിൽ ബോട്ട് മറിഞ്ഞ് അതൊക്കെ. പക്ഷെ ലാസ്റ്റ് അവന്റെ വീട്ടിൽ എന്ത് സംഭവിക്കണേ, അല്ലെങ്കിൽ അവനെ പിന്നെ അവന്റെ കുടുംബം എങ്ങനെ ജീവിക്കണം എന്ന് പോലും ആരും അന്വേഷിക്കണമില്ല. സിനിമ കാണുന്നതല്ല കടല്, അതിലും അപകടവും. സിനിമയിലെ പാട്ടൊക്കെ ഇട്ട് രസം കടൽ കാണിക്കാം. അതൊന്നല്ല, കടല് ആഗസ്റ്റ് മാസം തൊട്ട് അങ്ങോട്ട് സീസൺ മണി മഴയും കാറ്റുള്ളപ്പോ കടലാണ്. കടലൊരു വലിയ കടലാണ്. നമ്മൾ പേടിച്ചിട്ട് ഞാൻ വല വലിക്കുമ്പോ കോള് സമയത്ത് എനിക്ക് എപ്പോഴും ഇവിടെ ചെറിയ അശ്രദ്ധ കുറവുണ്ട്. അപ്പൊ ഇവരെന്നെ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് നിർത്തോളൂ. അപ്പൊ വല വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റോപ്പ് കാലി പിടിക്കാൻ പറയാം. ഞാനിങ്ങനെ ആക്കത്തിലേക്ക് വലിച്ചപ്പോ കട്ട് ചെയ്യണം. അന്ന് 1-ാം തീയതി കോളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചോടപ്പോ എങ്ങനെയെങ്കിലും വല പിടിച്ച് കയറ്റാൻ വേണ്ടിയുള്ള രീതിയിൽ പിടിച്ചോണ്ടിരിക്കില്ല. ഞാനിങ്ങനെ പിടിച്ചപ്പോ ഞാൻ അങ്ങോട്ട് മുന്നൂത്തിപ്പോയി, തീറ്റിപ്പോയി അങ്ങോട്ട് പെട്ടെന്ന് മുന്നേ. അപ്പൊ എന്നെ പിടിച്ചത് രാജീവേട്ടനാണ്. ദൈവത്തിനെ വിളിച്ചാണ്. ഞങ്ങളുടെ ഒരു മലപ്പണിക്കാരൻ പലരുണ്ട്, അതില് മെയിൻ മലപ്പണിക്കാരൻ പുള്ളിയാണ്. അതുകൊണ്ട് പിന്നെ 2-3 പേരുണ്ട് കേട്ടാ. അത് ഫസ്റ്റ് ടൈം കുറെ കൊല്ലം കൂടെ വന്നത് എന്റെ അടുത്തുള്ള ഒരു പയ്യനാണ്. എന്താന്ന് വെച്ചാൽ ചോദിക്കുന്നത് ചോദിച്ചോ. ചേട്ടനാണ് എന്നെ വഴക്കോട്ടിലായിരുന്നേ. എന്നെ വട്ടം കയറി ഇങ്ങനെ പിടിച്ചിട്ടപ്പോ ഞാനല്ലെങ്കിൽ അങ്ങാട് ഞെളിഞ്ഞ് വീണാനെ. ഞാനന്ന് പേടിച്ചു പോയി. കാരണം നമ്മ വീണ് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും കോളമാണ്. വലയിലോട്ടാണ് വീണത്. എന്ത് കിട്ടോ പേടിച്ചു പോയി. ആ സമയത്ത് ചേട്ടനാണ് പിടിച്ചത്. പരിചയക്കുറവുണ്ടല്ലേ? അല്ല, ആദ്യമൊക്കെ വന്നപ്പോ പരിചയക്കുറവുണ്ടാണ്. ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പഠിച്ചു വരായിരുന്നു. അവനിപ്പോ പണിയൊക്കെ അവന് അറിയാവനി. പക്ഷെ ഇപ്പൊ പണിക്ക് വരല്ലോ, വ്ളോഗിംഗ് അല്ലേ? പഠിക്കൂരില്ല. വ്ളോഗിംഗിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറഞ്ഞു. വ്ളോഗിംഗിൽ എത്തിയെന്ന് വെച്ചാല് ഞാൻ പണിക്ക് പോകുമ്പോ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടും, സ്റ്റാറ്റസ് സ്റ്റോറി ഇടും. അപ്പൊ എല്ലാരും കാണുമ്പോ എല്ലാരും ചോദിക്കും ഒരു വ്ളോഗ് തുടങ്ങി, ഒരു ടീച്ചർമാരായാലും ഫ്രണ്ട്സ് ആയാലും ഇവിടെ അതിന്റെ ഫുൾ വീഡിയോ ഇടും. കടലിലല്ലേ ഞങ്ങൾക്ക് കാണട്ടെ, എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് ഞാനൊരു ചാനൽ തുടങ്ങണത്. അപ്പൊ അതിലേക്ക് ക്യാമറാമാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെ ഉണ്ടായ ഒരു പയ്യനാണ് വിശാഖ് എന്ന് പറഞ്ഞ്. അത് കരയിലുള്ള കാര്യങ്ങളൊക്കെ ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ പിടിക്കും. അവൻ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ ക്യാമറാമാൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛനാണ് പിടിച്ചത്. അച്ഛനാണ്. അച്ഛൻ വെച്ചാൽ നമ്മൾ കായിക അധ്വാനമാണെങ്കിൽ അച്ഛന് മാനസിക അധ്വാനമാണ്. അച്ഛൻ ഉറക്കം നിൽക്കണം, അതുപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ വല പിടിക്കുമ്പോൾ അച്ഛൻ ആ ബോട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിയാനിരിക്കുമ്പോഴും അച്ഛന് വേറെ പണിയില്ല. അപ്പൊ ആ സമയത്തൊക്കെ അച്ഛൻ ക്യാമറ പിടിക്കും. അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്ത് വീഡിയോ ഇടും, അപ്ലോഡ് ചെയ്യും. അന്ന് ഒരു 4 ദിവസം വന്നു കഴിഞ്ഞാൽ വന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചോടുന്ന സമയത്ത് ഞാൻ ബോട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്യും. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് വെളുപ്പിന് ചരക്ക് ഹാർബറിലൊക്കെ ഇറക്കി വേഗം നേരെ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഒറ്റ ഓട്ടോണ് അടുത്ത പണിക്കൂ. ആ സമയത്ത് ഒരു വായു പിടിച്ചിട്ട് തട്ടിക്കൂട്ടിയിടലേ ഇടും. പക്ഷെ കണ്ടന്റ് നമുക്ക് ആരും അങ്ങനെ എതിരാളികളില്ല. അത്ര നല്ല കണ്ടന്റ് ആയതുകൊണ്ട് തട്ടിക്കൂട്ടാണെങ്കിലും ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണ്, അത് കാണുകയും ചെയ്യും. നമ്മൾ വലിയ പ്രൊഫഷണൽ ടച്ചിലൊന്നും ചെയ്യൊന്നുമില്ല. അത് പിന്നെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ പയ്യനുണ്ട് വിശാഖ് എന്ന് പറഞ്ഞാൽ. അല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലി പ്രൊഫഷണലാണ്. വീഡിയോ പ്രൊഫഷണൽ ആക്കേണ്ട കാര്യം എന്താ? അത് ചെയ്യും. അത് അടിപൊളിയല്ലേ? നിങ്ങൾക്കത് നന്നായിട്ട് അറിയല്ലോ.